അള്ളാഹുവിലേക്കുള്ള പ്രയാണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കിണറ്റിൽ ഇറങ്ങിയിരിക്കണം എന്നില്ല, ഏതെങ്കിലും അതേ കയ്യിൽ 10 വിരലിലും 10 മോതിരം ഇട്ടുകൊണ്ട് അങ്ങനെ ഒരു ചാക്കും പുതച്ചുകൊണ്ട് നടക്കണമെന്നില്ല, പച്ച പുതച്ച് നടക്കണമെന്നില്ല. പിന്നെയോ അള്ളാഹുവിലേക്കുള്ള പ്രയാണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിനെ തസ്കിയത്ത് ചെയ്യലാണ്, മനസ്സിനെ ശുദ്ധീകരിക്കലാണ്. വൽ ജവാരിഹി അൻ മുൻകിറാത്തിൽ അഖ്ലാഖി, അതുപോലെ മനുഷ്യൻ്റെ അവയവങ്ങളെ ഇസ്ലാം വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായും സംസ്കരിച്ചെടുക്കുന്നതിനാണ് അസ്സൈറു ഇലല്ലാഹ് എന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തിൽ ഒരാളോടും പകയില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല, അസൂയയില്ല, കുശുമ്പില്ല, യാതൊരു പ്രശ്നവുമില്ല. പൂർണ്ണമായും ശുദ്ധമായ മനസ്സ്, അതിനെ സംബന്ധിച്ചാണ് സലീമായ ഖൽബ് എന്ന് പറയുന്നത്. ഒരാളോടും വെറുപ്പില്ല. ഒരാളൊരു വാഹനം വാങ്ങി നമുക്ക് സ്കൂട്ടർ ഉപയോഗിക്കാനുള്ളത്, അതുകൊണ്ട് അതിൻ്റെ പേരിൽ നമ്മുടെ മനസ്സിന് ഒരു വേദന വരുന്നില്ല. അപ്പുറത്തുള്ള ഒരാൾ നല്ല വീടുണ്ടാക്കി, അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അതേ സമയത്ത് അപ്പുറത്ത് ഒരാൾ വീടുണ്ടാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേദന വരുന്നുണ്ടോ, വിഷമം വരുന്നുണ്ടോ? അതിൻ്റെ പേരാണ് ഹസദ് എന്ന് പറയുന്നത്. അതിൻ്റെ പേരാണ് ഹസദ് എന്ന് പറയുന്നത്. ആ ഹസദ് വളരെ പ്രധാനപ്പെട്ട ഒരു രോഗമാണ്. ഇങ്ങനെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ രോഗങ്ങളിൽ നിന്നും മനുഷ്യൻ്റെ ഹൃദയത്തെ സംസ്കരിച്ചെടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾ അസ്സൈറു ഇലല്ലാഹ് എന്ന് പറയുന്നതും. അതുപോലെ അവയവങ്ങളെയും അല്ലാഹു തആല നിരോധിച്ചതിൽ നിന്ന് മാറ്റിയെടുത്ത് സംസ്കരിക്കണം. കണ്ടുകൊണ്ട് അല്ലാഹു തആല ഹറാമാക്കിയ കാര്യം കാണാൻ പാടില്ല, ഹറാമാക്കിയ കാര്യം കാണാൻ പാടില്ല. ഇത് എല്ലാവർക്കുള്ള നിയമമാണ്, ഇത് എല്ലാവർക്കുള്ള നിയമമാണ്. എന്നാൽ ത്വരീഖത്തിൽ കടന്ന ആളുകൾ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സൂക്ഷ്മതയുടെ വഴിയാണ് അവരുടെ വഴി. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയാൽ കണ്ണ് അറിയാതെ ഒരു അന്യസ്ത്രീയുടെ മുഖത്തേക്ക് പെട്ടുപോയാൽ ശരീഅത്തുൽ ഇസ്ലാം പറയും ഉടനെ കണ്ണ് താഴ്ത്തിക്കളയണം, പിന്നെ നോട്ടം തുടരാൻ പാടില്ല, ഉടനെ തന്നെ താഴ്ത്തിക്കളയണം. ഹറാമിലേക്ക് അബദ്ധവശാൽ പെട്ടുപോകുന്നതിന് നമുക്ക് മാപ്പുണ്ട്. എന്നാൽ ത്വരീഖത്തിൽ കടന്ന മഹാന്മാരോ ആ വഴിയിലൂടെ പോയാൽ ഒരു ഹറാമ് കാണാൻ ഇടയുണ്ട്, അതുകൊണ്ട് ആ വഴി ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഹറാമ് സംഭവിക്കുമെന്ന് ഭയന്നുകൊണ്ട് ആ മാർഗം തന്നെ ഉപേക്ഷിക്കുക. അതിനാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തെ പൂർണ്ണമായും, ശരീരത്തിൻ്റെ അവയവങ്ങളെ പൂർണ്ണമായും മനുഷ്യൻ്റെ തെറ്റുകളിൽ നിന്ന് സംരക്ഷിക്കുക. അതാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ശരീരത്തിൻ്റെ ഇച്ഛകളോടുള്ള പോരാട്ടമാണ് യഥാർത്ഥത്തിൽ തസവുഫ് എന്ന് പറയുന്നത്. ആ ശരീരത്തിൻ്റെ ഇച്ഛകളെ ഒരാൾ പോരാടി പരാജയപ്പെടുത്തിയാൽ, ശരീരത്തിൻ്റെ ഇച്ഛകളെ ഒരാൾ കീഴ്പ്പെടുത്തിയാൽ, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, അല്ലാഹുവിങ്കൽ പോയി നിൽക്കേണ്ടതുണ്ട്. മഹ്ശറ എന്ന് പറയുന്ന ആ ഒരു രംഗത്തെ ഓർമ്മിച്ച് സ്വന്തം ശരീരത്തിൻ്റെ ഇച്ഛകളെ മാറ്റിവെച്ച് അങ്ങനെ ഒരാൾ ജീവിക്കാൻ കഴിഞ്ഞാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവന് സ്വർഗ്ഗലോകത്തേക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ സ്വർഗ്ഗലോകത്തേക്ക് എത്തിച്ചേരാനുള്ള പ്രധാനപ്പെട്ട ഒരു നിബന്ധനയായി വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത് മനുഷ്യൻ അവൻ്റെ ഹവൻ നഫ്സിനെ മാറ്റിയെടുക്കുക എന്നതാണ്. ആ ഹവൻ നഫ്സിനെ മാറ്റിയെടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ത്വരീഖത്ത് എന്നത് സാധ്യമാകുന്നത്. എന്നാൽ ആ ഹവൻ നഫ്സ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അത് എനിക്ക് ഹലാലാണെന്ന് വാദിച്ച് വിശുദ്ധ ദീനിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ തനിക്ക് വേണ്ടി, തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വാദിച്ചു കൊണ്ടുവരുന്ന വ്യാജന്മാരായ തസവുഫ് വാദികളെ നാം കരുതിയിരിക്കേണ്ടതുണ്ട്. അത്തരക്കാരുടെ കെണിവളികളിൽ ഒരാളും പോയി പെട്ടുപോകാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളൊക്കെ കൃത്യമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. ഇനി ഞാൻ കൂടുതൽ വിശദീകരിക്കുകയല്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ലോകമാണ് യഥാർത്ഥത്തിൽ തസവുഫ് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ കാണുന്നത് എന്താണ്? ഇപ്പോൾ കാണുന്നത്, ഞാനിങ്ങനെ നാളെ ഒരു സ്ഥലത്തേക്ക് ഒരു പരിപാടിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുക്കൽ വന്നു ഒരാൾ. അദ്ദേഹം ഒരു കള്ളത്വരീഖത്തിൽ പെട്ടുപോയ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെ എനിക്ക് ചെറുപ്പത്തിൽ പരിചയമുണ്ട്. എൻ്റെ കൂടെ മർക്കസിൽ ഒരാഴ്ച അദ്ദേഹം ഉണ്ടായിരുന്നു. ഒരാഴ്ച ഉണ്ടായി. പക്ഷേ അദ്ദേഹത്തെ എന്തൊക്കെ കുരുത്തക്കേട് കൊണ്ട് മർക്കസിൽ നിന്നും പുറത്താക്കുകയാണ്. പിന്നീട് അദ്ദേഹം വേറൊരു സ്ഥാപനത്തിലേക്ക് ചെന്നു. അവിടെ നിന്നും വീണ്ടും പുറത്താക്കപ്പെട്ടു. അങ്ങനെ 2-3 സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തെ കാണുന്നത് ഇങ്ങനെയാണ്.
അപ്പോൾ എന്താണ് അദ്ദേഹത്തോട് വിശേഷം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാനിപ്പോൾ ഒരു ത്വരീഖത്തിൽ മുരീദായി ചേർന്നിരിക്കുകയാണ്, ഒരു ത്വരീഖത്തിൽ മുരീദായിരിക്കുകയാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് എനിക്കറിയാം. അപ്പോൾ മുരീദാവുക എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഓടിച്ചാടി കയറി ഇരിക്കാൻ പറ്റുന്ന കസേരയല്ല മുരീദന്മാരുടെ കസേര എന്ന് പറഞ്ഞാൽ. ത്വരീഖത്തിൻ്റെ ഷെയ്ഖാകാനുള്ള യോഗ്യത വലിയ യോഗ്യതയാണ്. ആ ഷെയ്ഖിൻ്റെ മുമ്പിൽ പോയിരുന്ന് ആ ഷെയ്ഖിൻ്റെ ആത്മീയമായ ഉപദേശം, തർബിയത്ത് എന്ന് പറയുന്ന പ്രത്യേകമായ ഉപദേശമുണ്ട്. അതിനാണ് ത്വരീഖത്തിലുള്ള തർബിയത്തിൻ്റെ ഉപദേശം. അത് കേൾക്കാൻ എല്ലാവർക്കും കഴിയില്ല. അത് കേൾക്കാൻ യോഗ്യതകൾ വേണ്ടതുണ്ട്. ആ യോഗ്യതകൾ, ഒരു മുരീദാകാനുള്ള യോഗ്യതകൾ എന്താണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്താണ്? ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ത്വരീഖത്തിലേക്ക് ചെന്നു ചേരാൻ, ഒരു മുരീദാകാൻ തന്നെ വലിയ യോഗ്യതകൾ വേണം. ഒന്നാമത്തെ യോഗ്യത, അവന് ശരീഅത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, ശരീഅത്തിൻ്റെ ഇൽമ് അഥവാ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമായ ഇബാദത്തുകൾ, ആ ഇബാദത്തുകൾ ചെയ്തിട്ടാണ് ഒരാൾ വലിയ ഉന്നതിയിലേക്ക്, ആത്മീയതയിലേക്ക് എത്തുന്നത്. ഈ ഇബാദത്ത് ചെയ്യണമെങ്കിൽ ആ ഇബാദത്തിൻ്റെ നിയമം അവനറിയണം. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം ശരീഅത്തിൻ്റെ ഇൽമുകൾ കൃത്യമായിട്ട് പഠിച്ച ഒരാൾ, ഒരു പണ്ഡിതനായിരിക്കണം. അവനാണ് മുരീദാകാനുള്ള യോഗ്യത. അത്തരം ആ മുരീദന്മാരെന്ന് പറയുന്നത് വിലായത്തിൻ്റെ ഏറ്റവും പ്രഥമ സ്ഥാനം കൈവരിച്ച ആളാണ്. അത് എല്ലാവർക്കും അങ്ങനെ സാധിച്ചോളണമെന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ത്വരീഖത്തിൽ കിടക്കുക എന്നത് നിർബന്ധവുമല്ല. അങ്ങനെ ഇസ്ലാം ഒരിക്കലും പറഞ്ഞിട്ടില്ല എല്ലാവരും ത്വരീഖത്തിൽ അംഗമാകണം എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരും ഈ തരത്തിലുള്ള യോഗ്യതകൾ മേളിച്ചവലാവുക എന്നത് സാധ്യമല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും ത്വരീഖത്തിൽ കടക്കുക എന്നത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട എത്ര പ്രമുഖന്മാർ കഴിഞ്ഞുപോയി. ബഹുമാനപ്പെട്ട മമ്പുറന്നങ്ങൾ കഴിഞ്ഞുപോയില്ലേ? മമ്പുറന്നങ്ങളുടെ മുരീദന്മാരായിട്ട് എത്ര ലക്ഷം ആളുകളുണ്ടായിരുന്നു. മുരീദന്മാരായിട്ട് തൻ്റെ ത്വരീഖത്തിലേക്ക് പ്രത്യേകം ബൈഅത്ത് കൊടുത്ത് പ്രവേശിച്ചവർ ആരൊക്കെ ഉണ്ടായിരുന്നു? വളരെ കുറഞ്ഞ ആളുകൾ, വളരെ കുറഞ്ഞ 1-2 ആളുകളെ മാത്രമാണ് ബഹുമാനപ്പെട്ട മമ്പുറന്നങ്ങൾ ഖദ്ദസല്ലാഹു സിറഉൽ അസീസ് തങ്ങൾ തൻ്റെ ത്വരീഖത്തിലേക്ക് ബൈഅത്ത് മുരീദാക്കിയിട്ടുള്ളത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഇതൊരു പ്രസ്ഥാനമായിട്ട് വരികയാണ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാകാൻ പാടില്ല. ത്വരീഖത്ത് എല്ലാവർക്കും വേണമെന്നൊരു തെറ്റിദ്ധാരണ വേണ്ടതില്ല. എന്നാൽ ശരീഅത്ത് എല്ലാവർക്കും വേണം. അത് എല്ലാ മുക്കല്ലഫായ മനുഷ്യനും, എല്ലാ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാവർക്കും ബാധകമായ കാര്യങ്ങളാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു അവിടുന്ന് തൻ്റെ കിതാബിൽ പറയുന്നുണ്ട്, വഅലം അന്ന മദാറൽ അംരി കുല്ലിഹി ഫിൽ വസൂലി ഇലല്ലാഹി തആല അൽ ഇസ്തിഖാമത്തു വൽ അമലു അലാ മിൻഹാജി ശരീഅ. അല്ലാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള അടിസ്ഥാനമെന്ന് പറയുന്നത് ഇസ്ലാം പഠിപ്പിച്ച ആ രൂപത്തിലും പ്രകാരത്തിലും കൃത്യമായി അമല് ചെയ്യലാണ്. ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ അമല് ചെയ്യാതെ, ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമം ജീവിതത്തിൽ ഇല്ലാതെ ഒരാൾക്ക് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാം എന്ന ഒരു മിഥ്യാധാരണ വേണ്ടതില്ല എന്ന് പറയുകയാണ് ബഹുമാനപ്പെട്ടവർ. വകുല്ലു മൻ ലിശ്ശർഇ അലൈഹി ഇഅ്തിറാദുൻ ഫഹുവ മംകൂറുൻ ബിഹി മുഖാദിഉൻ. ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം ഒരാളുടെ കർമ്മം അത് ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം, ഇസ്ലാമിക ഫിഖ്ഹ് പ്രകാരം ശരിയല്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഒരാൾ ചെയ്താൽ അദ്ദേഹത്തെക്കുറിച്ച് പിന്നെ അദ്ദേഹം തസവുഫിൻ്റെ ആളാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു വരുന്നത്. അപ്പോൾ ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമം ഇല്ലാതെ ത്വരീഖത്ത് എന്ന് പറയുന്ന ഒന്ന് ഉണ്ടാവുകയേ ഇല്ല. ഈ ശരീഅത്ത് വളരെ സൂക്ഷ്മതയോടെ തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന് അങ്ങനെ ഉയർന്നു പോകുന്നതിനാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. ആ ശരീഅത്ത് ഇല്ലാതെ, ശരീഅത്ത് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ത്വരീഖത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇമാം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, ജുനൈദുൽ ബഗ്ദാദി തങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ തസവുഫിൻ്റെ ഇൽമുകളെ ക്രോഡീകരിച്ചിട്ടുള്ളത്. സ്വഹാബത്തിൻ്റെ കാലത്ത് തസവുഫിൻ്റെ ഇൽമുണ്ട്. പക്ഷേ എല്ലാവരും മഹാന്മാരും മൗലിയാക്കളും ആയതുകൊണ്ട് അങ്ങനെ പ്രത്യേകം ഒരു ഇൽമിനെ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. ഏതുപോലെ ഫിഖഹിൻ്റെ ഇൽമ്
സ്വഹാബത്തിൻ്റെ കാലത്തുണ്ടായിരുന്നല്ലോ. പക്ഷേ പിൽക്കാലത്ത് ഖുർആനിൽ നിന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്ര മസ്അലകൾ കണ്ടെത്താൻ കഴിവുള്ള ആളുകൾ കുറഞ്ഞു വന്നപ്പോൾ, അത്തരം ഘട്ടം വന്നപ്പോഴാണ് മദ്ഹബിൻ്റെ 4 ഇമാമുകൾ അവർ വിശുദ്ധ ഖുർആനിൽ നിന്നും മസ്അലകൾ ക്രോഡീകരിച്ച് ആ മസ്അലകൾ പൂർണ്ണമായും ക്രോഡീകരിച്ച 4 മദ്ഹബായി തീർന്നതുപോലെ ഈ തസവുഫിൻ്റെ രംഗം, ആ ഇൽമിനെ ക്രോഡീകരിച്ചത് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവാണ്. ആ ജുനൈദുൽ ബഗ്ദാദി തങ്ങളോട് ചോദിക്കുകയാണ്, ആരെക്കുറിച്ച്? ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ത്വരീഖത്ത് എന്ന് പറയുന്നു, പക്ഷേ ജീവിതത്തിൽ ശരീഅത്തുൽ ഇസ്ലാം പഠിപ്പിച്ച പല കാര്യങ്ങളും ഒടിഞ്ഞതായി കാണുന്നു, പലതും അദ്ദേഹം വേണ്ട എന്ന് വാദിക്കുന്നു. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ മറുപടി, അല്ലദീ യസ്രിഖു വയസ്നി അഹ്സനു ഹാലം മിമ്മൻ യസ്അമു ഹാദാ. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയാണ്, എന്താ പറയുന്നത്? അല്ലദീ യസ്രിഖു വയസ്നി, ഒരു മനുഷ്യൻ വ്യഭിചരിക്കുന്നുണ്ട്, അദ്ദേഹം മോഷ്ടിക്കുന്നുണ്ട്, അങ്ങനെയുള്ള തമ്മാടിയായ ഒരു മനുഷ്യൻ അഹ്സനു ഹാലം മിമ്മൻ യസ്അമു ഹാദാ, ഈ തരത്തിൽ ത്വരീഖത്ത് വാദിച്ച് കടുത്ത ഹറാമുകളും ചെയ്ത് വിശുദ്ധമായ റമദാനിൻ്റെ പകലിൽ നോമ്പെടുക്കാതെ നടന്ന് നിസ്കാരം ഖളാ ആക്കി അന്യ സ്ത്രീകളെയും പിടിച്ച് അന്യ സ്ത്രീകളുടെ കൂടെ നടന്ന് നോക്കി ഇതൊന്നും ഹറാമില്ല എന്ന് വാദിച്ച് നടക്കുന്ന ഇവനേക്കാൾ നല്ലത് ഈ വ്യഭിചാരിയാണ്, അവനേക്കാൾ നല്ലത് മോഷ്ടാവാണ് എന്ന് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി തങ്ങളുടെ വാചകം ഉദ്ധരിക്കുകയാണ്, ഹഖ്ഖുൻ ലിഅന്ന മൻ യസ്രിഖു വയസ്നി വയഅതഖിദു നഖ്സ നഫ്സിഹി. ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി തങ്ങൾ പറയാണ്, ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. എന്താ കാരണം? വ്യഭിചരിക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ മനസ്സിലുള്ളത് ഈ വ്യഭിചാരം ഹലാലാണെന്ന് അവന് വിശ്വസിക്കുന്നില്ല, എനിക്ക് പ്രത്യേകം അത് ഹലാലാണെന്ന് അവൻ വാദിക്കുന്നുമില്ല. പക്ഷേ അവൻ്റെ ചില സന്ദർഭത്തിൽ, അവൻ്റെ ചില വൈകാരികമായ സന്ദർഭത്തിൽ അത്തരം ഒരു തെറ്റിൽ അവൻ വീണുപോയതായിരിക്കാം. മോഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം ഈ മോഷണം എന്നത് എനിക്ക് ഹലാലാണ് എന്ന് അവൻ വിശ്വസിക്കുകയോ വാദിക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് അവൻ്റെ ജീവിതത്തിൽ അത്തരം ഒരു തെറ്റിലേക്ക് വീണുപോയി. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നത് തെറ്റാണെന്ന് അവൻ അംഗീകരിക്കുന്നുണ്ട്. ആ തെറ്റിന് അവനിനി തൗബ ചെയ്യാനുള്ള അവസരവും ഉണ്ടായേക്കാം. എന്നാൽ ഇത്തരക്കാരായ ആളുകൾ ഇവർ ഈ ചെയ്യുന്ന ഹറാമ് അവർക്ക് ഹലാലാണെന്നാണ് വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇസ്ലാമിൻ്റെ ബൗണ്ടറിയിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ സാധ്യതയുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറയുകയാണ്. അതുകൊണ്ട് ഇത്തരം ത്വരീഖത്ത് വാദിക്കുന്ന ആളുകൾ അവർ ഈ ഇസ്ലാമിക ശരീഅത്തിനെ നിസ്സാരപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് വരുന്നത് എങ്കിൽ അത്തരം വാദിക്കുന്ന ആളുകളെല്ലാം കള്ളത്വരീഖത്തിൻ്റെ വക്താക്കളാണ്. ഇനി നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്താണോ? ഇന്നലെ വരെ പല കാര്യങ്ങളായിട്ട് നടന്നു, പല ബിസിനസ്സുമായിട്ട് നടന്നു, ഒന്നും ക്ലച്ച് പിടിച്ചില്ല. സുബ്ഹാനല്ലാഹ്. പിന്നെ ഒരു ദിവസം കണ്ടു മൂപ്പര് ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയിൽ ഒരു താടിയൊക്കെ വെച്ച് ഒരു വലിയക്കെട്ട് അദ്ദേഹം ഇപ്പോൾ ഒരു വലിയായിട്ട് വന്നിരിക്കുന്നു. ഇന്നലെ വരെ പല തട്ടിപ്പ് കേസിലും പ്രതിയായിരുന്ന മനുഷ്യനാണ്. ഇന്ന് പ്രത്യേകമായ വിലായത്ത് കിട്ടി, എനിക്കൊരു വിലായത്തിൻ്റെ ഒരു പദവി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം വരുന്നു. അപ്പോഴേക്ക് കുറേ ആളുകൾ കൂടുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ഷെയ്ഖായിട്ട് ചമയുന്നു. ഇതൊന്നും ഇസ്ലാം ഉത്തരവാദിയല്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, ആ ഔലിയാക്കൾ ആരാണ് എന്നതിന് കൃത്യമായ ഒരു മാർഗരേഖയുണ്ട്, ഒരു കൃത്യമായ ഒരു പാരാമീറ്റർ ഉണ്ട്. ആർക്കും കയറി വന്നിട്ട് എനിക്ക് ഇന്നലെ വിലായത്ത് കിട്ടി എന്ന് പറയാൻ പറ്റില്ല. അപ്പം ആരാണ് അള്ളാഹുവിൻ്റെ വലിയ ആരാണ്? വലിയ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ച പണ്ഡിതന്മാരെ വലിയാവുകയും, പണ്ഡിതന്മാരല്ലാത്ത ഒരാളും വലിയാവില്ല. പണ്ഡിതനല്ലാത്ത ഒരാളെ അല്ലാഹു തആല വലിയാക്കാൻ ഉദ്ദേശിച്ചാൽ അദ്ദേഹത്തിന് പഠിക്കാനുള്ള അവസരം അല്ലാഹു കൊടുക്കും. പഠിക്കാനുള്ള അവസരം അത് പണ്ഡിതന്മാർ ചർച്ച ചെയ്തു. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? അവിടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്
വലിയാകാനുള്ള അടിസ്ഥാന ക്വാളിഫിക്കേഷൻ പാണ്ഡിത്യമാണെന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അഗാധമായ പാണ്ഡിത്യം വേണോ? തുടക്കത്തിൽ അത് വേണമെന്നില്ല. അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഫർള് കിഫായയായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് നിസ്കാരം, ആ നിസ്കാരത്തിൻ്റെ എല്ലാ മസലകളും അദ്ദേഹത്തിന് അറിയണം, നോമ്പിൻ്റെ എല്ലാ മസലകളും അറിയണം. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വൈയക്തികമായി ചെയ്യേണ്ട ഫർള് കിഫായയായ കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് അഗാധമായ പാണ്ഡിത്യമുണ്ടാകണം. ആ പാണ്ഡിത്യമുള്ള മനുഷ്യൻ ആ അറിവനുസരിച്ച് ആ കർമ്മം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു തആല ലദുന്നിയായ അറിവ് അവൻ്റെ ആത്മീയമായ ഉയർച്ചയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള ഔലിയാക്കളോട് ഇസ്ലാമിൻ്റെ ഏത് കാര്യത്തെക്കുറിച്ചും പണ്ഡിതന്മാർ വന്ന് ചോദിച്ചാൽ അവർക്കതിന് മറുപടി പറയാൻ കഴിയും. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ സംബന്ധിച്ച് കേട്ടപ്പോൾ വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു കടന്നു ചെന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾ അടിസ്ഥാനപ്പെടുത്തി മമ്പുറം തങ്ങളോട് ചോദിക്കാനായിരുന്നു. പക്ഷേ എത്തിയ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യങ്ങൾ ഇതല്ലേ, അതിൻ്റെ മറുപടി ഇതാണ് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം മറുപടി പറയാൻ കഴിയും. ഇമാമുകൾ പറയാണ്, അങ്ങനെ വിലായത്തുള്ള മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് കാര്യത്തെക്കുറിച്ചും ഇസ്ലാമിക ശരീഅത്തിനെ കുറിച്ച് ചോദിച്ചാൽ പറയാൻ കഴിയും. ആ തരത്തിലുള്ള ഇൽമുള്ള ആളുകൾ, അത് അല്ലാഹു തആല പിന്നീട് ലദുന്നിയായിട്ട് അവർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. അല്ലാതെ ശരിക്ക് ഫാത്തിഹ ഓതാൻ പോലും അറിയില്ല. ഞാൻ ഒരിക്കലും ഒരു യൂട്യൂബിലെ ഒരു വലിയനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ ലൈവിൽ കുറേ ആളുകളൊക്കെ ഉണ്ടാവും. അദ്ദേഹം ഇങ്ങനെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ ഫാത്തിഹയിൽ തന്നെ മാരകമായ തെറ്റ്, സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ മാരകമായ തെറ്റ്. പിന്നീട് അദ്ദേഹം ഒരു സ്വലാത്ത് ചൊല്ലിപ്പോൾ അതിൻ്റെ ബാക്കി ചൊല്ലാൻ കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ സ്വലാത്ത് എനിക്ക് ചൊല്ലാൻ അറിയില്ല, നിങ്ങൾ ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും പ്രാഥമികമായിട്ടൊരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പോലും അറിയാത്ത ജാഹിലീങ്ങളായ ആളുകൾ ഇത് നല്ല ഒരു ബിസിനസ്സിൻ്റെ ഏരിയയാണ് എന്ന് മനസ്സിലാക്കി, പാവപ്പെട്ട ആളുകളെ വഞ്ചിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണെന്ന് മനസ്സിലാക്കി അത്തരം ആളുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്.